ഹായ് വെൽക്കം ബാക്ക് ടു ഡി ഷെഫ്. ഞാനിന്നിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്, അതായത് എള്ള് വിളയിച്ചതിനെ പറ്റി ഒരുപാട് പേർക്കൊന്നും അത്ര അറിയില്ല എന്ന് തോന്നുന്നു. പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒന്നാണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഈ എള്ള് വിളയിച്ചത് കഴിച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. എള്ള് കഴിച്ചാൽ നമ്മുടെ ബോഡിക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടും. അതെന്തൊക്കെയാണെന്ന് ഞാൻ വഴിയെ പറയാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 100 ഗ്രാം എള്ള് എടുത്തിട്ടുണ്ട്. അത് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കൂടുതലും വൈറ്റ് എള്ള് നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബ്ലാക്ക് എള്ളായാലും ഇതേപോലെ വിളയിച്ച് കഴിക്കാം, പക്ഷേ അതിൻ്റെ ഒരു ഫ്ലേവർ ചിലപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. വെള്ള എള്ളാണെങ്കിൽ അത്ര പ്രശ്നം ഉണ്ടാവില്ല, പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ. നല്ലപോലെ ക്രിസ്പി ആയിട്ട് നമുക്ക് ഇളക്കുമ്പോൾ തന്നെ ആ വ്യത്യാസം അറിയാം. അപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലോട്ട് ഞാൻ ചേർക്കുന്നത്, കുട്ടികൾക്ക് കൊടുക്കേണ്ടതായ കാരണം ഞാൻ ചേർക്കുന്നത് പനങ്കൽക്കണ്ടം പൊടിച്ചെടുത്തതാണ്. പനങ്കൽക്കണ്ടം ചെറിയ പീസാക്കി ഒന്ന് ഇടിച്ച് പൊട്ടിച്ചതിന് ശേഷം മിക്സിയിലിട്ട് പൗഡറാക്കി എടുത്തതാണ്. പനങ്കൽക്കണ്ടം മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല വൃത്തിയുള്ളത് മേടിക്കണം. അപ്പോൾ ഇതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പെട്ടെന്നൊന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കാം. മെൽറ്റായാൽ മാത്രം പോരാ, അത് നല്ലപോലെ തിക്കായിട്ട് വരണം. ഇതിലോട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ തിളച്ച് പതഞ്ഞ് പൊന്തിയ ശേഷം നല്ല കട്ടിയായിട്ട് വരണം. എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങളെന്ന് ഞാൻ വഴിയെ പറയാം. നല്ലോണം കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലോട്ട് ഞാൻ 2 ഏലക്കായ പൊടിച്ചതും അതേപോലെ ഒരു നുള്ള് ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൈ വെച്ച് നോക്കരുത്, നല്ലപോലെ ടാറ് പോലെ ചൂടായിട്ടായിരിക്കുക, അപ്പോൾ കൈ പൊള്ളിപ്പോവും. അപ്പോൾ നല്ല തിക്കായിട്ട് വന്നു എന്ന് കാണുമ്പോൾ നമുക്ക് നമ്മൾ വറുത്ത് വെച്ച എള്ള് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാ എള്ളുമ്മയ്ക്കും ആ കൽക്കണ്ടത്തിൻ്റെ ടേസ്റ്റ് വരണമെങ്കിൽ വേഗം തന്നെ യോജിപ്പിച്ചെടുക്കണം. എള്ളുണ്ട തയ്യാറാക്കി ഏകദേശം ഇതേപോലെയൊക്കെയാണ്. പക്ഷേ അതെന്ന് പറയുന്നത് അതിൽ നമ്മൾ ചക്കര ഉരുക്കി നല്ലപോലെ ഉരുക്കി ഒഴിച്ചിട്ട് നമ്മൾ ഉരുട്ടിയെടുക്കുക ചെയ്യുക. ഇത് പനങ്കൽക്കണ്ട ആയ കാരണം നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ എള്ള് വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നല്ലതാണ്. ഇനി ഇതിൻ്റെ ഗുണങ്ങൾ പറയാം. എള്ളിൽ നിറയെ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ദഹന പ്രക്രിയനെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ഫൈബർ. അതേപോലെ ഇതിലടങ്ങിയിരിക്കുന്ന കണ്ടൻറ്റ് കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ നല്ലൊരു പ്രോട്ടീൻ സോഴ്സ് കൂടിയാണ് ഈ എള്ള് എന്ന് പറയുന്നത്. എള്ളിൻ്റെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ സഹായിക്കും. കാരണം ഇതിൽ കൂടുതലായിട്ട് മാഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. പിന്നെ കാൽസ്യം അടങ്ങിയിട്ടുണ്ട്, അത് എല്ലുകൾക്ക് നല്ല ബലം കൊടുക്കും. വൈറ്റമിൻ ബി ഉണ്ട്, ഇത് ബോഡിയുടെ മെറ്റബോളിസത്തിനെ സഹായിക്കുന്ന ഒന്നാണ്. മെറ്റബോളിസം മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. ഇമ്മ്യൂൺ സിസ്റ്റം അത് നല്ലപോലെ നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് എള്ള്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇത് കുട്ടികൾക്ക് മധുരമുള്ള കാരണം അവർ കഴിക്കും. അപ്പോൾ കുറേശ്ശെയായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. എല്ലാ ദിവസവും കുറേശ്ശെയായിട്ട് കൊടുക്കാവുന്നതാണ്. മോൻ മാത്രമല്ല കേട്ടോ, ഇവിടെ വീട്ടിൽ തയ്യാറാക്കി വെച്ചാൽ ഞാൻ കഴിക്കുന്നുണ്ട്, ഹസ്ബൻഡ് കഴിക്കുന്നുണ്ട്, എല്ലാവരും കഴിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കുട്ടികൾക്ക് കൊടുക്കുക, നിങ്ങളും കഴിക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി എന്നെ അറിയിക്കുക. പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രം ഡി ഷെഫ്. താങ്ക് യു.